ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ മറ്റൊരു റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുസുക്കി ജിറ്റ്സർ SF250യുടെ റിവ്യൂ ഒന്ന് ചെയ്യണത്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയാനായിട്ട് കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു നെയ്ക്കഡ് വെർഷൻ്റെ റിവ്യൂ ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതിൻ്റെ സെയിം എഞ്ചിൻ, ആ നെയ്ക്കഡ് വെർഷൻ്റെ സെയിം എഞ്ചിനും സെയിം കളറുമാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കണത്. അതിൻ്റെ ഫെയറിംഗ് ഉള്ള വെർഷൻ എന്നൊക്കെ പറയാം. വളരെ നല്ലൊരു വണ്ടിയാണ്. എനിക്ക് നെയ്ക്കഡ് വെർഷനേക്കാളും പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫെയറിംഗ് ഉള്ള വെർഷനാണ്. ഒരു കിടിലൻ വണ്ടി എന്നൊക്കെ പറയാം. ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് പവർ കൊണ്ടൊന്നൊന്നുമല്ല, നമുക്ക് തരുന്ന കംഫോർട്ട്, അതിൻ്റെ ഒരു ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി, അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വൈകാണ്ട് നമ്മുടെ വണ്ടിയുടെ ലുക്സിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LED ഹെഡ് ലാമ്പ് വന്നേക്കണം. ഫുൾ LED ഹെഡ് ലാമ്പാണ്. ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നത്. ഒരു മാരക ലുക്ക് തന്നെയാണ് വണ്ടിക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നത്. അതിന് വേറെ പോരായ്മയൊന്നുമില്ല. അത്യാവശ്യം നല്ല ത്രോയുള്ള ലൈറ്റ് വന്നേക്കണത്. ഇതിപ്പോൾ ഫുൾ ബ്രൈറ്റ് ആണ്. ഡിമ്മാകുമ്പോൾ ഈ നടുക്കത്തെ ഭാഗം കത്തൂല, ബ്രൈറ്റ് വരുമ്പോൾ അതും കത്തും. അങ്ങനെയാണ് എൻ്റെ ത്രോ വന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹലോജന വന്നേക്കണത്. ഒരു വൃത്തികേടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നല്ലൊരു നീറ്റ് ഫിനിഷിലാണ് വെച്ചേക്കണത്. പിന്നെ വണ്ടിയുടെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ സസ്പെൻഷൻ കാണാൻ നമുക്ക് ടെലിസ്കോപ്പി സസ്പെൻഷൻ വന്നേക്കണത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ അടിയിലോട്ട് നമുക്ക് ഡിസ്ക് വന്നേക്കണം 300 mm ഡിസ്ക്കാണ്. ഡ്യുവൽ ചാനൽ ABS ആണ്. ബാക്കിലും ഫ്രണ്ടിലും ABS ഒക്കെ ഉണ്ട്. ടയർ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെയാണ് വന്നേക്കണത്. പിന്നെ MRFൻ്റെ ടയറാണ് വന്നേക്കണത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110/70/17 നമുക്ക് സൈസ് വന്നേക്കണത്. പിന്നെ സൈഡിലോട്ട് നോക്കണമെങ്കിൽ ഈ ഒരു ഭാഗം വല്ലാത്തൊരു ലുക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ വണ്ടി വന്നത്. ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷാണ് വന്നത്. ഇതിന് പിന്നെ 3 കളറും കൂടി ഉണ്ട്. ഒന്ന് വൈറ്റ്, പിന്നെ ഒരു MotoGP എഡിഷൻ. അങ്ങനെ 3 കളറിൽ ഈ വണ്ടി അവൈലബിൾ ആണ്. ഇത് ബ്ലാക്ക്. ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് ഈ വണ്ടിക്ക്. ഇനി ഈ വണ്ടിയുടെ എഞ്ചിൻ നമുക്ക് സുസുക്കിയുടെ ഓയിൽ കൂളിംഗ് സിസ്റ്റം ഒക്കെയാണ് വന്നത്. ലിക്വിഡ് കൂളിംഗ് അല്ല, ഓയിൽ കൂളിംഗ് ആണ്. അതിലോട്ടൊക്കെ വരാം. അതിൻ്റെ ഒരു ലെവലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ക്രോമിയം ടച്ച് തന്നെ ഒരു സൈലൻസറൊക്കെ കാണാം. സ്വീറ്റായിട്ടുള്ള ഒരു എക്സോസ്റ്റ് എന്നൊക്കെ പറയാം. വളരെ നമ്മൾ കൈ കൊടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണുള്ളൂ. വളരെ സൗണ്ട് കുറഞ്ഞ ഒരു എക്സോസ്റ്റാണ്. പിന്നെ ബാക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്ക് ഉണ്ട്, ABS ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിലെ ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150/60/17 നമുക്ക് ബാക്ക് സൈഡിലെ ടയർ സൈസ് വന്നത്. പിന്നെ ബാക്ക് സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ്. ആ നമ്മളുടെ നെയ്ക്കഡ് വെർഷനിൽ വന്ന സെയിം ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2 ഹലോജൻ ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന ഭാഗം. ഞാൻ മറ്റേൽ പറഞ്ഞ പോലെ തന്നെ ഈ 2 ഭാഗങ്ങളില്ലെങ്കിൽ കുറച്ചും കൂടി ലുക്കായേനെ ഈ ബാക്ക് സൈഡ്. ഈ 2 സംഭവങ്ങൾ ഊരിക്കളയാൻ പറ്റുമെങ്കിൽ ഊരിക്കളയാനാണ് നല്ലത്. വണ്ടി ഒന്നും കൂടി ലുക്കാവും. പിന്നെ ഈ സൈഡിൽ നമുക്ക് സാരി കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഗിയർ നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നേക്കണത്. ക്ലച്ചാണ് വന്നേക്കണത്. സ്ലിപ്പർ ക്ലച്ച് നമുക്ക് വന്നിട്ടുള്ള. പിന്നെ ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കിടിലൻ എഞ്ചിൻ തന്നെയാണ് വന്നേക്കണത്. പക്ക ലീനിയറാണ് പവർ ഡെലിവറി. ലീനിയർ ആണെങ്കിൽ പോലും നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഓരോ ഗിയറിലും അതിൻ്റേതായിട്ടുള്ള പവർ കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ശരിക്കും പറയണമെങ്കിൽ അക്രമം ഇല്ലാത്ത പക്ഷം ഞാൻ സൈലൻ്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ് എഞ്ചിൻ. വേണമെങ്കിൽ വണ്ടി ഒന്ന് അഗ്രസീവ് ആക്കി എടുക്കാനും പറ്റും. അല്ലാത്ത സമയത്ത് നമുക്ക് നോർമലായിട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് കൊടുക്കാനും പറ്റും. ഓടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു കംഫോർട്ട് കിട്ടുന്നുണ്ട്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വന്നേക്കണത്. വളരെ റിഫൈൻഡ് ആണ്. ഇപ്പോൾ നിലവിൽ 250cc ഫെയറിംഗ് ഉള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മുടെ CBR 250 ഡിസ്കണ്ടിന്യൂ ആയതുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടിക്ക് കോമ്പറ്റീറ്ററായിട്ട് അങ്ങനെ ആരുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സീറ്റിൻ്റെ കംഫോർട്ടിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ റൈഡർ സീറ്റ് ഭയങ്കര കംഫോർട്ടബിളാണ്. നല്ല കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇങ്ങാട് കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പോർട്ടി ആയിട്ടിരിക്കാം. പിന്നെ ഇങ്ങാട് കയറിയിരുന്നാൽ അത്യാവശ്യം നിവർന്നിരുന്ന് ഓടിക്കാം. ഫുള്ളായിട്ട് നിവർന്നിരുന്ന് ഓടിക്കാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് നിവർന്നിരുന്ന് അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റും. ഒരു പൊടിക്കൽ ഇൻ ഫ്രണ്ടിലോട്ടുള്ളൂ. പിന്നെ ബാക്ക് സീറ്റ് നോക്കണമെങ്കിൽ ഈ റൈഡർ സീറ്റിനേക്കാളും കുറച്ച് ഹാർഡ്നെസ് കൂടിയൊരു സീറ്റാണ് വന്നേക്കണത്. പക്ഷേ സുസുക്കി എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടാക്കിയ ടൈമിൽ പില്ലിയൻ്റെ കാര്യം കൂടി ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയൊരു സീറ്റാണ് വന്നേക്കണത്. ഒരാൾക്കൊക്കെ സുഖമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് വന്നേക്കണത്. ഗ്രാബ് റെയിലാണെങ്കിലും പില്ലിന് ഒരു രീതിയിലും ഡിസ്കംഫേർട്ട് കൊടുക്കണ ഗ്രാബ് റെയിലല്ല വന്നേക്കണത്. അത്യാവശ്യം ലുക്കുള്ളതും ഫങ്ഷണലായിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് വന്നേക്കണത്. സോഫ്റ്റ്നെസ് അതിനേക്കാളും കുറച്ച് കുറവാണ് ഇതിന്. അമ്മയെ ചേച്ചീനൊക്കെ കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറ്റാനൊക്കെ പറ്റും. അതിന് കുഴപ്പമൊന്നുമില്ല. അവർക്കൊരു മൈൻഡ് വേണമെന്നുള്ളൂ. പിന്നെ വണ്ടിയിലോട്ട് കയറുമ്പോൾ വണ്ടി അത്യാവശ്യം സീറ്റായിട്ട് കുറഞ്ഞൊരു വണ്ടിയാണ്. എനിക്ക് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ട്. 2 സൈഡിലും കാല് കുത്തി നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടാങ്കും ഹാൻഡിൽ ബാറും മീറ്റർ കൺസോളും എല്ലാം കൊണ്ട് ഒരു നല്ലൊരു ഫീലാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ നമ്മുടെ നെയ്ക്കഡ് വെർഷനിൽ നിന്ന് ഫെയറിംഗ് ഉള്ള വെർഷനിലോട്ട് മാറുന്നുണ്ട്. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് വന്നത്. അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നമുക്കുണ്ട്. വണ്ടിയുടെ സ്വിച്ചസ് പോയി കഴിഞ്ഞാൽ വളരെ ബേസിക് ആണ്. നമുക്ക് ഇവിടെ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുണ്ട്, ഇവിടെ പാസ് സ്വിച്ച് വന്നിട്ടുണ്ട്, ഡിം ബ്രൈറ്റും ഇൻഡിക്കേറ്റർ ഹോൺ.
പിന്നെ നമ്മുടെ മീറ്റർ കൺസോളിലോട്ട് നോക്കിയാലും വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, പക്ഷേ ഭയങ്കര വിസിബിളാണ്. നമുക്ക് ഈ രണ്ട് സൈഡിലും വാണിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ മൊത്തം വാണിംഗ് ആണ്. മീറ്ററിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടാക്കോമീറ്റർ കാണാം, ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ നമുക്ക് ഫ്യൂൽ റേഞ്ച് കാണിക്കും, ഓഡോമീറ്റർ ഉണ്ട്, പിന്നെ ടൈം കാണിക്കും, പിന്നെ 2 ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്, ട്രിപ്പ് വന്നിട്ടുണ്ട്, ബിയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വാണിംഗ് കാണിക്കുന്നുണ്ട്, ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞൊരു വാണിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വന്നോളൂ. ഇവിടെ നമുക്ക് ഷിഫ്റ്റ് RPMൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയാൻ പറ്റുള്ളൂ, പക്ഷേ ഭയങ്കര വിസിബിളാണ്. നമുക്ക് നല്ല സൂര്യപ്രകാശത്തിൽ നല്ല രീതി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ക്ലച്ചും കൂടി പിടിച്ചാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. വളരെ സൗണ്ട് കുറഞ്ഞൊരു എക്സോസ്റ്റാണ് വണ്ടിക്ക് വന്നേക്കണത്. പക്ഷേ റിങ് ചെയ്ത് പിടിക്കുമ്പോൾ വണ്ടിക്ക് സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് വണ്ടിയുടെ സൗണ്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ കേൾക്കാൻ വരുന്നത്. ആ ടൈമിൽ വണ്ടിയുടെ പെർഫോമൻസേ മാറും കൈ കൊടുക്കുന്ന ടൈമിൽ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കണ്ടില്ലേ, വണ്ടിയുടെ പവർ ഡെലിവറി വളരെ ഈസി ആയിട്ടാണ് കയറുന്നത്. ഇപ്പോൾ 4th ഗിയറിലാണെങ്കിൽ പോലും വണ്ടിക്ക് ഇങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് വലിഞ്ഞ് കയറി പോവും. നമുക്ക് ഒരു രീതിയിലും പവർ ലോസ് ഉള്ള പോലെയുള്ള ഒരു ഫീലൊന്നുമില്ല നമുക്ക്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു നെയ്ക്കിഡ് ആയിട്ടുള്ളൊരു വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫെയറിംഗിലുള്ള ഒരു വണ്ടിയിലോട്ട് വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരും വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഈ വണ്ടിയിലില്ല. പെട്ടെന്ന് തന്നെ വണ്ടി ആയിട്ട് യൂസ്ഡ് ആവാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു RS 200ൻ്റെ ആ ഒരു ലെവലിലൊക്കെയാണ്. ഫെയറിംഗ് ഉള്ള വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ഫെയറിങ് ഉള്ള ഒരു വണ്ടി, ഒരു R15 വെർഷൻ 3 ഒക്കെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണമുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഈ വണ്ടിയിലില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരു ട്രാക്കിലോട്ടൊന്നും നോക്കണമെങ്കിൽ പറ്റില്ല. ട്രാക്കിലോട്ട് നോക്കണമെങ്കിൽ നിങ്ങളൊരു KTMൻ്റെ വണ്ടിയൊക്കെ നോക്കണമായിരിക്കും നല്ല. അല്ലാണ്ട് സാധാരണ റോഡിലുള്ള കോർണറൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയായിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഞാൻ വണ്ടിയുടെ ജസ്റ്റ് പവർ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ല, അത്യാവശ്യം നല്ല പവറുണ്ട് വണ്ടിക്ക്. പവറില്ലാന്ന് പറഞ്ഞാൽ കുറ്റം പറയാനൊന്നും പറ്റില്ല നമുക്ക്. സാധാരണ 250cc നോക്കാൻ ടൈമിൽ പവർ കുറഞ്ഞ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ആരും ലിസ്റ്റിലോട്ട് ഇടാറില്ല. ഇതാവട്ടെ നേക്കിഡാവട്ടെ ലിസ്റ്റിലോട്ട് ഇടാറില്ല. അത്യാവശ്യം നല്ല പവറുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന്. പിന്നെ ഒരു 6K കയറി കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ ആ സ്വഭാവം ഒന്ന് മാറും. വണ്ടി ഒന്ന് ആളൊന്ന് പറക്കത്തിന്നൊക്കെ എണീറ്റൊരു ഫീലാണ് വണ്ടിക്ക്. ആ സൗണ്ടേ മാറി, ആ ഒരു ഫീലേ മാറും വണ്ടിയുടെ. പിന്നെ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫുഡ് ട്രസ്റ്റിൻ്റെ അവിടെ ഒരു പൊടിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ ബാറിലോട്ടൊന്നും തീരെ ഇല്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8Kയുടെ മുകളിലോട്ടൊക്കെ കയറുമ്പോഴാണ് വൈബ്രേഷൻ വന്നത്. ടാങ്കുമൊന്നുമില്ല, ഫെയറിംഗ് ഒക്കെ ഫുൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. പിന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വാളിറ്റിക്കൊന്നും യാതൊരു പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഫെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നോയ്സോ വൈബ്രേഷനോ ഒന്നുമില്ല വണ്ടിക്ക്. പിന്നെ എനിക്ക് തോന്നിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വൈഫ്സർ ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ് ഇല്ല. അവർ ഫെയറിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം വെച്ചേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരം ഒരു ബബിൾ വൈസറോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രൊട്ടക്ഷനും കിട്ടും. ആ ടൈമിൽ വണ്ടിയുടെ ലുക്കേ മാറണേ. ശരിക്കും ബബിൾ വൈസർ ഇറക്കിയൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ വേറെ ലുക്ക് തന്നെയാണ് വണ്ടിക്ക്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പർപ്പസ്ഫുള്ളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വെൻറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരും. ഇതിൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് ഞാൻ പറയാം. പിന്നെ വണ്ടിയുടെ മിറേഴ്സിനാണ് എനിക്ക് വേറൊരു പോരായ്മ തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിററിൻ്റെ ഒരു 50% മാത്രമേ വ്യൂ കിട്ടണുള്ളൂ ഒരാൾക്ക്. ബാക്കിയെല്ലാം നമ്മുടെ കൈ കൊണ്ട് പോണേണ്. നമ്മുടെ കൈ തന്നെയാണ് കാണുന്നത്. ഷോൾഡർ തൊട്ട് എൻ്റെ കൈ വരെയും കാണാം. പിന്നെ വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ വന്നേക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോട്ടിലുള്ള കുഴി കാര്യങ്ങളൊക്കെ അതങ്ങാട് ഒപ്പിയെടുക്കും. നമ്മുടെ കയ്യിലോട്ട് കിട്ടണേ ഇല്ല. അത്ര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷൻ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ബാക്കിലത്തെ ആണെങ്കിലും മോണോഷോക്കാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്.
സസ്പെൻഷൻ്റെ ഭാഗത്തൊന്നും ഒരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഓൾ ബേസ്ഡ് ഓൺ കംഫേർട്ട്. ശരിക്കും അങ്ങനെ തന്നെ പറയണം, കംഫോർട്ടിന് മാത്രമുള്ള വണ്ടി എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ പവറും കിട്ടുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ പവർ കിട്ടുന്നുണ്ടെന്നും പറയാം. മഴ കാരണം നമ്മുടെ പരിപാടികളൊക്കെ മുടങ്ങാൻ ചാൻസ് ഉണ്ട്. വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. വളരെ നല്ല കാര്യം. പിന്നെ വണ്ടിക്ക് അധികം വെയിറ്റ് ഉള്ള പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ നേക്കിഡ് വെർഷനേക്കാളും വെയിറ്റ് കൂടുതലാണ് ഈ വണ്ടിക്ക്, ഒരു 5 കിലോ കൂടുതലാണ്. പക്ഷേ എന്നാലും നമുക്ക് വലിയ വെയിറ്റ് ഉള്ള പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. വണ്ടി ഒരു പാർക്കിങ്ങിലോട്ട് നിന്നൊക്കെ തള്ളിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രാഫിക്കിലും സിറ്റിയിലൊക്കെ ഓടിച്ചു. എനിക്ക് ഹീറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ഹീറ്റിംഗ് ഇല്ലാത്തൊരു എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നേക്കണത്. പ്ലസ് ഓയിൽ കൂളിംഗ് വന്നിട്ട് ലിക്വിഡ് കൂളിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത്ര ഹീറ്റിംഗ് കുറഞ്ഞുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആരൊക്കെ ഈ വണ്ടി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഒരു ഫെയർഡ് ബൈക്ക് വേണം, നിങ്ങൾക്ക് സ്പോർട്സ് ടൂറിങ്ങിനോട് താല്പര്യമുള്ള ഒരാളാണ്, അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടി വേണം. റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് 150cc എന്ന ഒരു അപ്ഗ്രേഡായിട്ടും ഈ വണ്ടിയിലോട്ട് നോക്കാം. ഒരു സിറ്റിയിലൊക്കെ അടിപൊളി ഒരു വണ്ടിയാണ്. സിറ്റിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫിൽറ്റർ ചെയ്യാൻ വരുന്നുണ്ട്, അതിനൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടില്ല. പിന്നെ വണ്ടിയുടെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഇതിൽ വന്നേക്കണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വണ്ടി മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഫ്രണ്ടിലത്തെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരു കിടിലം ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ടിൽ വന്നേക്കണത്. ഈ വണ്ടിക്ക് ഈ ബ്രേക്ക് ഓക്കെയാണ്, നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുത്താൻ വരേണ്ട ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബ്രേക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനർ അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൈറ്റ് തന്നെ ഒരു ബ്രേക്കും കൂടിയാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ വണ്ടി എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ വൈസർ കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ നല്ലൊരു കാര്യമാണ്. ശരിക്കും നല്ല രീതിയിൽ തന്നെ വിൻഡിൽ നിന്ന് പ്രൊട്ടക്ഷനൊക്കെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈസറും ഈ ടാങ്കും പിന്നെ ബാക്കിലത്തെ സീറ്റും എല്ലാം ഒരൊറ്റ ലെവലാണ്. നമ്മൾ ഇരിക്കണ ആ ലെവലിൽ തന്നെയാണ് എല്ലാം പോയേക്കണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ ഷോറൂം കൂടി നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അത് കാണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇതുവരെ പോയ ഷോറൂമുകളിൽ ഏറ്റവും നല്ലൊരു റെസ്പോൺസ് എന്ന ഒരു ഷോറൂം ഇവരാണ്. അത് പെയ്ഡ് പ്രൊമോഷനൊന്നല്ല ഇത്, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയണമെന്നുള്ളൂ. വളരെ നല്ല സപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ്. അപ്പം ഞാൻ ഷോറൂമിലെ കാര്യങ്ങളും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണത് നമ്മുടെ സുസുക്കിയുടെ ഷോറൂമിലാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ഗിഫ്റ്റൊക്കെ തന്നു. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഗിഫ്റ്റാണ്, ഒരു ടീഷർട്ടാണ് കിട്ടിയത് നമ്മുടെ ഷോറൂമിൽ നിന്നാണത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സുസുക്കിയുടെ ഷോറൂം. അപ്പോൾ ബ്രോ ആണ് നമുക്ക് വണ്ടി വന്നത്, പേര് പ്രവീൺ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് സംബന്ധപ്പെട്ട എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബ്രോൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ബ്രോ ഈ ഷോറൂം എവിടെയെന്ന് കറക്റ്റായിട്ടൊന്ന് പറയാമോ? മെട്രോപൊളിറ്റൻ നമ്പർ 480. ഓക്കെ. അപ്പോൾ നമ്മുടെ എടപ്പള്ളി മാമംഗലത്തുള്ള ഷോറൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാമല്ലോ ബ്രോനെ. ഓക്കെ. അപ്പോൾ ബ്രോൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ. എന്തെങ്കിലും സംശയം ബുക്കിംഗ് ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. വണ്ടീനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിൽ ബ്രോനെ വിളിക്കാൻ പറ്റും. ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് എല്ലാ വണ്ടിയുടെയും ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ അല്ലേ? അപ്പോൾ എല്ലാ വണ്ടിയുടെയും ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എത്ര വണ്ടി നമുക്ക് വിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് സ്കൂട്ടറായിട്ടുള്ള എല്ലാ വണ്ടികളും നമുക്ക് സുസുക്കിയുടെ എല്ലാ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്, ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.